എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും സമ്പദ് സമൃദ്ധിയുടെയും നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവയാന്റെ അടുത്ത് ഹോസ്പിറ്റലില് ജാനകിയും അനാമികയും വന്നിരിക്കുകയാണ്. പിന്നീട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നിടയ്ക്ക് ജാനകി പറഞ്ഞു, ഏട്ടത്തി എത്രയും പെട്ടെന്ന് തന്നെ ആ നയനെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും ദേവയാനി പറഞ്ഞു, അവളെ പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാനാണ്. അതൊരു കാരണവശാലും നടക്കുന്ന കാര്യമല്ല. ഞാൻ ആദർശനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും നീ മലയ്ക്ക് പോയിട്ട് വരുന്നോടം വരെ അവളെ വീട്ടിലേക്ക് കാലൂത്താൻ പോലും സമ്മതിക്കില്ലെന്ന്. അവളെ അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് തോന്നേ. ആദർശനെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പം അനാമിക പറഞ്ഞു, വല്യമ്മയ്ക്ക് അറിയാലോ ഞാൻ ആ വീട്ടിലേക്ക് തിരികെ വരാൻ കാരണം എന്താന്ന്. വല്യമ്മ വല്യമ്മ ഉള്ളതുകൊണ്ട് മാത്ര, അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ആ വീട്ടിലേക്ക് തിരികെ വരത്തില്ലായിരുന്നു പറയാം. ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു, അതെനിക്കറിയാം മോളെ, നിനക്ക് എന്നോടുള്ള സ്നേഹം എത്രമാത്രം എനിക്കറിയാം. അതിന്റെ നാലിലൊന്ന് സ്നേഹം പോലും എന്റെ മരുമോളായ നയനക്കില്ലല്ലോ. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, എന്ത് ചെയ്യാനായിട്ടതി, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഈ പറയുന്ന ആദർശോ ജയേട്ടനോ എന്തിനേറെ പറയുന്നു, ആ ജയേട്ടൻ പോലും അവളെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുക. അവളെ ഏതാണ്ട് വലിയ നന്മമരമാണെന്നുള്ള രീതിയിലാ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ ജയേട്ടന്റെ കാര്യം പോട്ടെ, പക്ഷെ അജയേട്ടൻ അതിന്റെ വല്ല കാര്യം ഉണ്ടോന്ന് ചോദിക്കാം. എന്താണെന്നറിയത്തില്ല, എന്തോ ഇതിനകത്തൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഒരു കാരണവശാല് അവളെ ഇങ്ങനെ എല്ലാവരും പുകഴ്ത്തി പാടില്ലെന്ന് പറയാം. എന്ത് കാര്യം, മിക്കവാറും അവള് കൈവശം കൊടുത്തു കാണിരിക്കും ജാനകി പറയാം. എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന അവളാണല്ലോ. അങ്ങനെ ആ വീട്ടിലെ എല്ലാരും മയക്കെടുത്തിരിക്കാന്ന് പറയാം. ദേവേനെ പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ല, കാരണം നമ്മളും ആ ഫുഡ് തന്നെയല്ലേ കഴിച്ചോണ്ടിരുന്നേ. അപ്പൊ അങ്ങനെ ആയിരിക്കില്ല, വേറെ എന്തോ ഒരു മാർഗം ഉണ്ടെന്ന് പറയാം. പിന്നീട് ദേവേനെ അല്ല, എനിക്ക് കരള് പകർത്തുന്ന ആ പെൺകുട്ടീനെ നിങ്ങൾ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടാൻ ജാനകി പറഞ്ഞു, കാണാൻ പറ്റിയില്ല അടുത്തി. കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് വന്ന സമയത്ത് അവളെ വണ്ടിയെ കിറ്റി കൊണ്ടുപോകുന്നുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് മിസ്സായിപ്പോയി, കാണാൻ പറ്റിയില്ല എന്ന് പറയാം. ദേവേനെ പറഞ്ഞു, ആ കുട്ടീനെ കാണുന്ന എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല, ഇൻഫെക്ഷൻ ഉണ്ടാവും പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയില്ല. ഞാൻ ആദർശനോടും ജേട്ടനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ ചെന്നതിന് ശേഷം എനിക്ക് നന്നായിട്ട് സുഖമായിപ്പെട്ടതിന് ശേഷം എന്നെ അവളെ കാണിക്കാനായിട്ട് കൊണ്ടുപോകണമെന്ന്. ആ പെൺകുട്ടിയുടെ അത്ര നന്മയെ സ്നേഹം പോലും എന്റെ മരുമകൾക്കില്ലാതെ പോയല്ലോ. അനാമി പറഞ്ഞു, അത് ശരിയാവില്ലുമേ, പറഞ്ഞിട്ട് കാര്യമില്ല. നയനെന്ന് പറയുന്ന അവരുണ്ടല്ലോ, അവരൊരു കൊടും വിഷം തന്നെയെന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പൊ വല്യമ്മ ഇങ്ങനെ കിടക്കേണ്ട വരത്തില്ലായിരുന്നല്ലോ എന്ന് പറയാം. എനിക്കറിയാം മോളെ, അതുകൊണ്ടല്ലേ ഞാൻ എനിക്ക് കരള് പാത്തുന്ന ആ പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ. എനിക്ക് എത്ര ആഗ്രഹം ഉണ്ടായിരുന്നറിയാം അവളെ ഒന്ന് കാണാനായിട്ട്. നന്മയുള്ള പെൺകുട്ടിയാ, അവള് പൈസയൊന്നും വാങ്ങിയില്ലെന്നാ ആദർശം ചേട്ടനും ഒക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു, നമുക്ക് ജ്വല്ലറി ഉള്ളതല്ലേ, കുറെ സ്വർണം അങ്ങോട്ട് കൊടുത്തേ, അന്നപ്പോ കുഴപ്പമില്ലല്ലോ, അവൾക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ എന്നിങ്ങനെയൊക്കെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശനുള്ള ചായയൊക്കെ ആയിട്ട് മുത്തശ്ശി ചെല്ലുവാണ്. മുത്തശ്ശൻ ചായ മേടിച്ചിട്ട് പറഞ്ഞു, നയനമോൾ ഉണ്ടായിരുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് കോലമൊക്കെ വരച്ച് വീട്ടു ജോലികളെല്ലാം ചെയ്ത് എന്ത് രസമായിരുന്നു, ഈ വീട്ടിൽ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായിരുന്നു പറയണം. അത് ശരിയാ, നയനമോൾ പോയതോടുകൂടി ഇല്ലാതായെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ, വസുന്ധര പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയാ. നയനമോളായിരുന്നു ഈ വീടിന്റെ ഐശ്വര്യം എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാ. വസുന്ധര മുത്തശ്ശി ചോദിച്ചു, അല്ല ദേവേനെ ഹോസ്പിറ്റലായിട്ട് ഇതുവരെയായിട്ടും ദേവേനെ കുറിച്ചൊന്നും അങ്ങനെ കാര്യമായിട്ട് അന്വേഷിക്കുകയൊന്നും ചെയ്തില്ലല്ലോ ദേഹം, അതെന്താന്ന് ചോദിക്കാം. അത് പിന്നെ ദേവയുടെ സ്വഭാവം അറിയാലോ, അവൾക്ക് മുമ്പ് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഒരു മരുമോള് വന്നതിന് ശേഷം അവളുടെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായി. എനിക്ക് ദേവേന്റെ ഇഷ്ടക്കേടൊന്നുമില്ല, പക്ഷെ എങ്കില് നയനമോളെ വെച്ച് നോക്കുമ്പോ അവള് വലിയ പരാജയമാണെന്ന് എനിക്ക് തോന്നിപ്പോവാ. ഇത്രമായിട്ട് സ്വന്തം മരുമോളെ സ്നേഹിക്കാനോ അവളോടൊപ്പം ചെലവഴിക്കാനൊന്നും അവൾ ഇന്നുവരെ തീരുമാനിച്ചിട്ടില്ല. അവൾക്ക് എപ്പോഴും അവളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം വലുതെന്നൊക്കെ പറയാ. ഇത് കേട്ടതും വസ്തന മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാന്ന് പറയാണ്. എന്നാലും ഈ കുടുംബത്തിലെ കാര്യമൊന്ന് ഓർത്തു നോക്കിയേ. ഇപ്പൊ തന്നെയാണെങ്കിൽ അനിയക്കാണ് മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുക. അങ്ങനെ മലയ്ക്ക് പോകാൻ മാലയിട്ട സമയത്തും ഒരു സ്വസ്ഥത എന്ന് പറയുന്ന സംഭവം കിട്ടണില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അനാമികമോളെന്ന് പറയാ. മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ, എന്ത് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എന്റെ സ്വഭാവം തന്നെ മാറുമായിരുന്നു. ഞാനൊന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അനുസരിക്കുമായിരുന്നു. ചൂണ്ടുവരല നിർത്താൻ എനിക്കറിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴാകെപ്പാടെ തളർന്നു പോയില്ലേടും. നമ്മൾ തളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ ഒരു വിലയില്ലാതാവും. നമ്മൾ ആരും അല്ലാതായി തീരുന്നൊരവസ്ഥയാണ് വരുന്നത്. എന്റെ അച്ഛനെയും മുത്തച്ഛനെയൊക്കെ അറിയാലോ, അവരൊക്കെ മരിക്കുന്ന സമയത്ത് വരെ നല്ല തലയെടുപ്പോട് കൂടിയാണ് നടന്നിരുന്നേ. അങ്ങനെ മരിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേങ്കില് ഇപ്പൊ എന്റെ ആ പ്രതീക്ഷകളും മോഹങ്ങളും ഒക്കെ തകർന്നു പോയെന്ന് പറയാം. നമുക്കൊരു തളർച്ച വന്നാൽ പിന്നെ നമ്മൾ ഒതുക്കി ഒരു മൂലക്കിലേക്ക് ഇടുമെന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അല്ല,
നമുക്ക് നയനമോളുടെ വീട് വരെ ഒന്ന് പോയാലോ, മോളെ കണ്ടാലോന്ന് ചോദിക്കാം. മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ, പുതിയ വീട് ആദർശമാൻ എടുത്തു കൊടുത്തെന്നല്ലേ പറഞ്ഞേ, നമ്മൾ അവിടെ പോയിട്ടില്ലോ, നമുക്ക് പോവാന്ന് പറയണം. എന്നാ ശരി, ഇപ്പൊ തന്നെ പോയേക്കാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയം ദേവയാനിക്ക് കഞ്ഞിയൊക്കെ സ്പൂണിൽ കോരി കൊടുത്തോണ്ടിരിക്കുക. അനാമിക ഒട്ടും ഇഷ്ടമില്ല, പക്ഷെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ദേവേനി പറഞ്ഞു, ഇതുപോലെ ഒരു മരുമോളായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നേ. ദേ മോളുള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്തിരി സമാധാനം എന്ന് പറയണം. മോളൊരു കാര്യം ചെയ്യുക, മോള് വല്യമ്മ അടുത്ത് നിൽക്കാൻ പറയണം. ഇത് കേട്ടോ അനാമിക പെട്ടു. ദൈവം ഇവരുടെ അടുത്ത് നിൽക്കാനായിട്ടോ, എന്ത് ചെയ്യാനാന്ന് പറ. അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴത്തേനും ജാനകി പറഞ്ഞു, അത് കുഴപ്പമില്ല, ഇടത്തിനടുത്ത് ആദർശം ഇവരെല്ലാരും ഉണ്ടല്ലോ, അതുകൊണ്ട് മോള് നിൽക്കേണ്ട കാര്യമുണ്ട്, ഇടത്തിൽ നിൽക്കുക. അത് ശരിയാ, ഇനിയിപ്പോ വേണ്ട, മോള് വീട്ടിലേക്ക് തന്നെ പോയിക്കോളാൻ പറയാണ്. ഈ സമയം ആദർശം അങ്ങോട്ടേക്ക് കയറി വരുവാണ്. ആദർശനെ കണ്ടതും ദേവേനെ ഒന്ന് നോക്കുവാണ്. പിന്നീട് ഭയങ്കര സ്നേഹത്തോടു കൂട്ട് അനാമി ചോദിച്ചു, അല്ല വല്യമ്മ ഞാൻ മുഖമൊക്കെ തുടച്ചിടണമെന്ന് ചോദിക്കും. കാരണം ചുണ്ടൊക്കെ തുടച്ചു കൊടുക്കണമല്ലോ, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട്. അപ്പം പെട്ടെന്ന് ദേവേനെ പറഞ്ഞു, അതിന്റെ കാര്യമില്ല മോളെ, ജാനകി ഇച്ചിരി കഞ്ഞി കുടിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് വാകഴേണ്ട കാര്യമൊന്നുമില്ല, ഇല്ലേലും കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം. അനാമയ്ക്ക് നല്ല ദേഷ്യം വന്നു. ദൈവമേ, പണ്ടാരോടങ്ങാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യുന്നൊന്നും ഇഷ്ടമുണ്ടായിട്ടില്ല, പക്ഷെ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യത്ത് പോലും ഇല്ലായിരുന്നു എന്നും മനസ്സിൽ പറയാണ്. പിന്നീട് അങ്ങോട്ട് വന്നിട്ട് അനാമി പറഞ്ഞു, എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ, നീക്ക് ആദർശം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു, വാ മോളെ നമുക്ക് ഇറങ്ങാന്നും പറഞ്ഞുകൊണ്ട് അനാമികനെ കൂട്ടിക്കൊണ്ട് ജാനകി അങ്ങോട്ട് പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ദേവേനെ ആദർശനോട് പറഞ്ഞു, കണ്ടില്ലടാ, നോക്ക് എത്രമാത്രം സ്നേഹമാന്ന് അവൾക്ക് എന്നോട്, നിന്റെ ഭാര്യയോട് കണ്ടുപിടിക്കാൻ പറ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു, അമ്മ എന്തിനാ എപ്പോഴും അവളെ ഇങ്ങനെ കുത്തി കുത്തി പറയുന്നേ, അതിന്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അവളെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിനക്ക് നൊന്തല്ലേന്ന് ചോദിക്കണം. അത് പിന്നെ അമ്മേ, വെറുതെ ഒരാളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, കാര്യം അറിയാതെ. പിന്നെ ഇത്ര കഞ്ഞി വാരി തരുന്ന നോക്കിയാണ് അമ്മയ്ക്ക് വലിയ കാര്യമായിട്ട് തോന്നേ. അതൊന്നും അല്ല ആദർശൻ, അവൾക്ക് എന്നോടുള്ള സ്നേഹം കണ്ടോ, അവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് തോന്നിയെന്ന് പറയാം. ഇത് കേട്ടത് ആദർശം അങ്ങോട്ട് പെരുത്ത് കയറി. ആദർശം പറഞ്ഞു, വെറുതെ ഒരാളെ അങ്ങനെ പൊഴുത്തി പറയേണ്ട കാര്യമില്ല, അങ്ങനെയാണെങ്കിൽ അമ്മ നയനെ എത്രമാത്രം പൊഴുത്തി പറഞ്ഞാലോന്ന് ചോദിക്കും. ഓഹോ, അപ്പൊ നീ നയനപുരാണം പറയാനായിട്ട് ഇങ്ങോട്ട് വന്നേ. അനാമികുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഇപ്പൊ ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു, ഇങ്ങനെയാണ് നീ എൻ്റെ അടുത്ത് നിൽക്കേണ്ടെന്ന് പറയണ. പിന്നെ ആദർശം ഒന്നും മിണ്ടാതെ ആദർശം പുറത്തേക്ക് ഇറങ്ങി വരുക. അപ്പോഴേ ജയനോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ജയൻ ചോദിച്ചു, എന്ത് പറഞ്ഞു നിന്റെ അമ്മ? പതിവ് പല്ലവി തന്നെ, നയനെ കുറ്റം പറിച്ചില്ല. ഇപ്പോഴൊത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്, കാരണം നയനെയല്ല, നയനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, പക്ഷെ അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്നറിയോ, അതേ നാവ് കൊണ്ട് തന്നെ കള്ള് കൊടുത്ത ആ പെൺകുട്ടീനെ പൊഴുത്തി പറയുന്നുണ്ട്, അവള് നല്ലവളാണ്, അവളെ കാണണം, അവൾക്ക് നന്മകൾ മാത്രം വരികയുള്ളൂ എന്നൊക്കെ. ഇതെല്ലാം നയന ചെയ്ത കാര്യങ്ങളല്ലേ, അത് നയനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് മോൾക്കും പെട്ടെന്ന് സുഖമാന്ന് പറയാം. ആദർശം പറഞ്ഞു, അതൊക്കെ ശരിയാച്ചാ, പക്ഷെ എങ്കിൽ ഇത്ര ആയിട്ടും അവളെ ഒന്ന് മൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവളോട് സ്നേഹം കാണിക്കാനായിട്ടോ അമ്മ കൂട്ടാക്കിയിട്ടില്ലോ എന്ന് പറയാം. അമ്മയുടെ സ്വഭാവം അറിയാലോ, അത് പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ലെന്ന് പറയാം. അമ്മ പറഞ്ഞു, ആ കരള് പാത്തു കൊടുത്ത് പെൺകുട്ടിയെ കാണിക്കണമെന്ന്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം. അങ്ങനെ വന്നിട്ടുണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് നയനമോളെ അങ്ങോട്ട് കാണിക്കാന്ന് പറയണം. അച്ഛാ അതൊക്കെ ശരിയാവോ, അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്ത് ചെയ്യുന്ന അമ്മയ്ക്ക് പോലും അറിയില്ല എന്ന് പറയാം. എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കാലം എന്ന് വെച്ചാൽ നമുക്കിത് മൂടി വെക്കാനായിട്ട് പറ്റുന്നത്, സത്യങ്ങൾ എപ്പോഴാണെങ്കിലും എല്ലാവരും അറിയണ്ടേന്ന് ചോദിക്കാം. അതേ കാലവും നമുക്കിത് മൂടി വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്ന് പറയാം. ആദർശ് പറഞ്ഞു, എന്നാലും എനിക്കൊരു ചെറിയ ഭയമുണ്ട്, തൽക്കാലത്തേക്ക് അവളോട് നിൽക്കട്ടെ, ഞാൻ മലയ്ക്ക് പോയി വന്നതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു തീരുമാനമൊക്കെ എടുക്കാന്ന് അവർ അങ്ങനെ പറയണം. പിന്നീട് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ കനകയുടെയും ഗോവിന്ദനും വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ ഗോവിന്ദനും നന്ദുവും കൂടെ അവിടെ ആ ഗാർഡനിൽ നിൽക്കുന്ന സമയത്താണ് അവരും കൂടെ കയറി വരുന്നുണ്ട്. ഒരു കാർ വന്ന് നിന്ന് അവരെ അതിനകത്ത് നിന്ന് ഇറങ്ങുന്നുണ്ട്. പെട്ടെന്ന് നന്ദു അകത്തേക്ക് കയറി ഓടുവാണ്. അകത്തേക്ക് കയറി ഓടിയിട്ട് നയനോട് പറഞ്ഞു, ചേച്ചി അതെ, ചേച്ചിയുടെ മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ വരുന്നുണ്ടെന്ന് പറയണം. അയ്യോ എൻ്റെ ഭഗവാനെ, എന്ത് ചെയ്യും, മോളൊരു കാര്യം ചെയ്യുക, ഞാൻ ഇവിടെ ഇല്ലെന്ന് അവരോട് ചെന്ന് പറയുമെന്ന് പറയണം. അല്ല ചേച്ചി, ഞാനില്ലെന്ന് പറയണം, എന്നെ കണ്ട ആകപ്പാടെ പ്രശ്നമാവെന്ന് പറയണം. പിന്നീട് നന്ദു അവിടെ നിന്ന് ഹാളിലേക്ക് വരിക. ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും ഗോവിന്ദനെയും കനയുടെ അടുത്തേക്ക് ഇല്ലാണ്. പെട്ടെന്ന് ഗോവിന്ദൻ പറഞ്ഞാൽ, മൂർത്തി സാറ് വരാൻ പറയണേ, എന്താ ഈ വഴിക്കൊക്കെ? അത് പിന്നെ കുറെ കാലമല്ലേ കണ്ടിട്ടെല്ലാരെ, അതുകൊണ്ടൊന്നും വരാമെന്ന് വിചാരിച്ചെന്ന് പറയണം. അങ്ങനെ അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോവാ. അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോകുന്ന സമയത്ത് നന്ദു എന്തെന്ന് വസന മുത്തശ്ശി ചോദിക്കുക. അവൾ അകത്തുണ്ടെന്ന് പറയാ. ഒരു പക്ഷേങ്കില് അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ഞങ്ങൾ അറിഞ്ഞതിന് ശേഷം അവൾക്ക് ഞങ്ങളുടെ മുന്നിൽ വരാൻ മടിയായിരിക്കും അല്ലേന്ന് മുത്തശ്ശി ചോദിക്കുക. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. അങ്ങനെ അവരകത്തേക്ക് കയറി. അകത്തേക്ക് മുത്തശ്ശൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, നയനമോൾ ഇന്ന് കാണാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അവള് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് എല്ലാം കൂടി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അവൾ ഇറങ്ങിയതോടുകൂടി ഞങ്ങൾക്ക് ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടാ. അവളായിരുന്നെങ്കിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി മുന്നോട്ട് പോയാനും ഒന്നും പറയേണ്ട കാര്യമില്ല, കൃത്യസമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നേനെന്ന് പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കനകയുടെയും ഗോവിന്ദന്റെയും കണ്ണു നിറഞ്ഞു. അപ്പോഴാണ് നന്ദു അങ്ങോട്ട് ഓടി വരുന്നേ. ആഹാ,
എന്ത് ചെയ്ത് എവിടെയായിരുന്നു ചോദിക്കുക. അകത്തായിരുന്നു പറയണം. പെട്ടെന്ന് ചോദിച്ചാൽ നയനമോളെ കണ്ടില്ലല്ലോ. നയനമോൾ എന്ത് ചെയ്യുന്നു ചോദിക്കോ. നന്ദു ചാടി പറഞ്ഞു, നയനേച്ചി ഇവിടെ ഇല്ലാന്ന് പറയണം. ഗോവിന്ദനും കനകയ്ക്ക് ഒരു പരിങ്ങളുണ്ടായി. ഇവിടെ ഇല്ലേ, എവിടെ പോയി. അല്ല അത് പിന്നെ പെട്ടെന്ന് കനക പറഞ്ഞു, കല്യാണിമോളെ കാണണമെന്ന് പറഞ്ഞു. കല്യാണിമോളുടെ അടുത്ത് പോയെന്ന് പറയണം. ആണോ, കല്യാണിയെ കാണാൻ പോയതാണോ. ആ വസന്ത മുത്തശ്ശി പറഞ്ഞു, കല്യാണിമോളെ കണ്ടിട്ട് കുറെ ദിവസമായി എന്ന് പറയണം. പെട്ടെന്ന് കനക പറഞ്ഞു, ഇനിയിപ്പോ കല്യാണിന്റെ അടുത്തേക്കാണോ പോയെന്നും അറിയത്തില്ല എന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, കല്യാണിമോളും മിടിക്കുക, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, രണ്ടുപേരും നല്ല കൂട്ടുകാരല്ലേ. ഇത് കേട്ടപ്പോൾ വസന്ത മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് കല്യാണിയെ കണ്ടില്ലെങ്കിൽ ഒരു സുഖം കിട്ടത്തില്ലെന്ന് പറയണം. അല്ല ഇപ്പോഴെങ്ങാനും വരുമോന്ന് ചോദിക്കാം. അറിയത്തില്ല, എപ്പോഴാ വരുന്ന അറിയത്തില്ല, ഞാൻ പോയി ചായ എടുത്തോണ്ട് വട്ടേന്ന് ചോദിക്കാം. വേണ്ട, ചായയൊന്നും വേണ്ടാന്ന് പറയാം, പെട്ടെന്ന് തന്നെ പോണം, മോളെ ഒന്ന് കാണാഞ്ഞിട്ട് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് വന്നേന്ന് പറയാം. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതൊന്നുമല്ല, മോളെ വിളിച്ചു കഴിയുമ്പോൾ മോളുടെ സൗണ്ട് എന്നാ വല്ലാതിരിക്കുന്ന പോലെ തോന്നി, അതുകൊണ്ട് മുത്തശ്ശൻ അവിടെ ഒരു ഇരിക്കപ്പുറത്ത് ഇല്ലാത്തതുകൊണ്ട് വന്നാന്ന് പറയാം. ഇത് കേട്ടതും കനകയും ഗോവിന്ദനും പരസ്പരം നോക്കുകയാണ്. മുത്തശ്ശൻ പറഞ്ഞു, അത് പിന്നെ മോൾ അത്രമാത്രം ഞങ്ങളെല്ലാം അവിടെ സ്വാധീനിച്ചു കഴിഞ്ഞു. ആ കുടുംബത്തിന് മരുമകളായിട്ടല്ല, മകളായിട്ടാണ് ഞങ്ങൾ അവിടെ സ്നേഹിക്കുന്നത്. പക്ഷെ സ്വന്തം അമ്മായിമ്മ അവളെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ഇനി എത്ര കാലം വേണ്ടി വരുമെന്നും അറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് അവള് ഞങ്ങളുടെ സ്വന്തം മകള് തന്നെയാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ കന പറഞ്ഞു, അത് ശരിയാ, ഇനിയിപ്പം അവൾ അങ്ങോട്ട് വരുന്നേ ആദർശം മലയ്ക്ക് പോയിട്ട് വന്നിട്ടുള്ളെന്നാ പറയണേ. ഇത് കേട്ട മുത്തശ്ശൻ പറഞ്ഞു, അതിന്റെ ആവശ്യം എന്താ, അവൾക്ക് നേരത്തെ അങ്ങോട്ട് വന്നാൽ എന്താ കുഴപ്പം. അത് പിന്നെ മുറിച്ചാറെ ദേവനേച്ചിയുടെ സ്വഭാവം അറിയാലോ, അങ്ങോട്ടേക്ക് വരണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ വാക്കുകൾ ധിക്കരിച്ച ആദർശമാൻ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത പ്രശ്നം എന്തായി തീരുമെന്ന് അറിയത്തില്ലോ എന്ന് പറയാം. അതൊക്കെ ശരി തന്നെയാ, പക്ഷേ എങ്കിൽ എന്നും പറഞ്ഞോണ്ട് നയനമോളെ എന്നും കൊണ്ട് ഇവിടെ നിർത്താൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അവള് വരും, ആദർശമാൻ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം നയനമോൾ അങ്ങോട്ട് വരുമെന്ന് പറയണം. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് യാത്രയാവണം. അങ്ങനെ അവർ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും കനക നന്ദുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഓ കൃത്യസമയത്ത് തന്നെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ എന്ത് ചെയ്താലും ആകെപ്പാടെ പ്രശ്നമായെന്ന് പറയാം. എന്നോട് ചേച്ചിയാ പറഞ്ഞ അങ്ങനെ പോയി പറയാനായിട്ട്, അതാ ഞാൻ ഓടി വന്ന് പറഞ്ഞെന്ന് പറയണം. ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പോവാണ്. അപ്പം മുത്തശ്ശി പറഞ്ഞു, അതെ നയനമോള് കല്യാണിന്റെ വീട്ടിലേക്ക് പോയെന്നല്ല പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ കല്യാണി ഒന്ന് വിളിച്ചു നോക്കിയേ, മോളോടൊന്ന് സംസാരിക്കുമെങ്കിലും ചെയ്യാലോ, എപ്പോഴാ വരുന്നെന്ന് അറിയുമെങ്കിലും ചെയ്യാലോ എന്ന് പറയണം. അത് ശരിയാ. മുത്തശ്ശൻ പിന്നീട് കല്യാണിന്റെ ഫോണിലേക്ക് വിളിക്കണം. അങ്ങനത്തേക്ക് കോലെടുത്തു. ആ മുത്തശ്ശ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിക്കുക. സുഖമാ മോളെ എന്ന് പറയണം. മോൾക്കോ? ആ എനിക്കിവിടെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ. അത് പിന്നെ എന്നെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ കിരൺ പറയാണ്ടോ നല്ല തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ്. കേരളത്തിലെ നമ്പർ 1 കൺസ്ട്രക്ഷൻ കമ്പനി അല്ലേ, അപ്പൊ അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേന്ന് ചോദിക്കാം. പിന്നെ മോളുടെ വിഷമം എന്താന്ന് എനിക്ക് അറിയാം. മോളുടെ അച്ഛനും ആങ്ങളതും ഇതുവരെ ആയിട്ട് മോളുമായിട്ട് സെറ്റായിട്ടല്ലേ, അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ വഴിയെ മാറിക്കോളൂന്നേ, എല്ലാരും മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമെന്നൊക്കെ പറയണം. പിന്നെ മുത്തശ്ശൻ പറഞ്ഞു, നയനമോൾ അടുത്തുണ്ടോ, ഒന്ന് കൊടുക്കാവോന്ന് ചോദിക്കുക. ഇത് കേട്ടതും കല്യാണം ആലോചിക്കുകയാണ്. നയനയോ? ഇല്ല, അവൾ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയണം. മോൾ അങ്ങോട്ട് വന്നില്ലേന്ന് ചോദിക്കുക. ഇല്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല, ഞാൻ അവളെ കണ്ടിട്ട് ഒരു 1-2 ആഴ്ച ആയെന്ന് പറയാണ്. എനിക്ക് അവളെ കാണുന്ന ആഗ്രഹം ഉണ്ടെന്ന് പറയാ. ഇത് കേട്ട് ഞാൻ മുത്തശ്ശൻ ഒന്നും മിണ്ടാതെ കോള് കട്ട് ചെയ്യുകയാണ്. മുത്തശ്ശി ഇങ്ങനെ എന്തോ പോലെ മുത്തശ്ശി ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.